സീൻ 1. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇൻഡിവിജ്വൽ പ്രതിരോധങ്ങൾക്കെതിരെ വോൾട്ടേജും കറണ്ടും എങ്ങനെ അളക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനം പ്രതിരോധത്തിനെതിരെ DC, AC സർക്യൂട്ടുകളിലെ വോൾട്ടേജും കറണ്ടും നിങ്ങൾക്ക് അളക്കാൻ കഴിയും. ആദ്യം നമുക്ക് DC സർക്യൂട്ട് ചർച്ച ചെയ്യാം. ഓമിന്റെ നിയമം ഉപയോഗിച്ച് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഓമിന്റെ നിയമം അനുസരിച്ച് V = IR, I = V/R, R = V/I. വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും അളവ്. വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് അളക്കാൻ കഴിയും. അതെല്ലായ്പ്പോഴും സർക്യൂട്ടിനെ സമാന്തരമായി ബന്ധിപ്പിക്കണം. ഒരു അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ട് അളക്കാൻ കഴിയും. അത് സർക്യൂട്ടുമായി പരമ്പരയിൽ ബന്ധിപ്പിക്കണം. സീരീസ് സർക്യൂട്ടുകളിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും അളവ്. സ്റ്റെപ്പ് 1. ഒരു 12 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച് S, 0 മുതൽ 200 മില്ലി ആമ്പ് വരെയുള്ള ശ്രേണിയിലുള്ള ഒരു അമ്മീറ്റർ എന്നിവ 100 ഓമിന്റെ മെറ്റൽ ഫിലിം റെസിസ്റ്ററുമായി ബന്ധിപ്പിക്കുക. സ്വിച്ച് S തുറന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 15 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകളിൽ നിന്നുള്ള നിലവിലെ വോൾട്ടേജ് മൂല്യങ്ങൾ യഥാക്രമം ശ്രദ്ധിക്കുക. R = V/I ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റി കണക്കാക്കിയ മൂല്യം 100 ഓമിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ സ്വിച്ച് തുറന്ന് നിലവിലുള്ള ഒന്നിനൊപ്പം മറ്റൊരു 100 ഓം റെസിസ്റ്റർ ചേർക്കുക. സ്വിച്ച് S അടച്ച് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. R = V/I ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. രണ്ട് 100 ഓം റെസിസ്റ്ററുകൾ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ റെസിസ്റ്റർ മൂല്യം 200 ഓം ആണെന്ന് ഉറപ്പാക്കുക. ഒരു സമാന്തര സർക്യൂട്ടിലെ വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും അളവ്. രണ്ട് റെസിസ്റ്ററുകൾ R1, R2 എന്നിവ പരസ്പരം സമാന്തരമായി 100 ഓംസ് ഉള്ളവയുമായി ബന്ധിപ്പിക്കുക. സമാന്തര സർക്യൂട്ടിലേക്ക് 12 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച് S, സീരീസിൽ 0 മുതൽ 500 മില്ലി ആമ്പ് വരെയുള്ള ഒരു അമ്മീറ്റർ എന്നിവ ബന്ധിപ്പിക്കുക. സ്വിച്ച് S തുറന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 3. സർക്യൂട്ടിന് സമാന്തരമായി 12 വോൾട്ട് അളക്കാൻ മതിയായ നീളമുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഊർജ്ജസ്വലമാകാൻ സ്വിച്ച് S അടയ്ക്കുക. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകളിൽ നിന്നുള്ള കറണ്ട്, വോൾട്ടേജ് മൂല്യങ്ങൾ യഥാക്രമം ശ്രദ്ധിക്കുക. കൂടാതെ R = V/I ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. രണ്ട് റെസിസ്റ്ററുകളും സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കണക്കാക്കിയ മൂല്യം 50 ഓംസിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5. S സ്വിച്ച് തുറന്ന് നിലവിലുള്ള R1, R2 പാരലൽ കണക്റ്റഡ് സർക്യൂട്ടുകൾക്ക് സമാന്തരമായി 100 ഓംസ് ഉള്ള മറ്റൊരു റെസിസ്റ്റർ R3 ബന്ധിപ്പിക്കുക. S സ്വിച്ച് അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും അവയെ R = V/I എന്ന ഫോർമുലയിൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക. കൂടാതെ 3 100 ഓംസ് റെസിസ്റ്ററുകളും പരസ്പരം സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ കണക്കാക്കിയ പ്രതിരോധ മൂല്യം 33.33 ഓംസിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക. AC സർക്യൂട്ടുകളിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും അളവ്. AC സർക്യൂട്ടിലെ അളവുകൾ മൂവിംഗ് അയൺ ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. മൂവിംഗ് കോയിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചല്ല. മൂവിംഗ് അയൺ മീറ്ററുകൾ ഒരു AC അല്ലെങ്കിൽ DC ചിഹ്നം അല്ലെങ്കിൽ നോൺ ലീനിയർ സ്കെയിൽ ഉപയോഗിച്ച് തിരിച്ചറിയാൻ കഴിയും. ഒരു സീരീസ് AC സർക്യൂട്ടിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും അളവ്. 40 വാട്ട് ലാമ്പ്, 240 വോൾട്ട് AC സപ്ലൈ, ഒരു സ്വിച്ച് S, 0 മുതൽ 1 ആംപ്സ് വരെയുള്ള ഒരു അമ്മീറ്റർ എന്നിവയുമായി ബന്ധിപ്പിക്കുക. സ്വിച്ച് S തുറന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടച്ച് യഥാക്രമം അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. R = V/I ഫോർമുലയിൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൂല്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക. കണക്കാക്കിയ പ്രതിരോധം 1440 ഓമിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക. ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് സ്ഥിരീകരിക്കാൻ കഴിയും. P = V/2 ഡിവൈഡഡ് ബൈ R. R = V/2 ഡിവൈഡഡ് ബൈ P. R = 240 × 240 ഡിവൈഡഡ് ബൈ 40. R = 1440 ഓംസ്. സ്വിച്ച് S തുറക്കുക. ഇപ്പോൾ മറ്റൊരു 40 വോൾട്ട് ലാമ്പ് സീരീസ് നിലവിലുള്ള 40 വോൾട്ട് ലാമ്പുമായി ബന്ധിപ്പിക്കുക. ഇപ്പോൾ സ്വിച്ച് S അടച്ച് അമ്മീറ്ററിന്റെയും വോൾട്ട്മീറ്ററിന്റെയും റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും R = V/I ഫോർമുലയിൽ പകരം വയ്ക്കുകയും കണക്കാക്കിയ പ്രതിരോധ മൂല്യം 720 ഓംസിന് തുല്യമാണെന്ന് ഉറപ്പാക്കുക. ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. P = V/2 ഡിവൈഡഡ് ബൈ R. ഇവിടെ ഒരേ വോൾട്ടേജുള്ള രണ്ട് വിളക്കുകൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പ്രയോഗിച്ച 240 AC വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിലും 120 വോൾട്ടിൽ തുല്യമായി വിതരണം ചെയ്യുന്നു. ലാമ്പ് 1ൽ P =
V raised to 2 divided by R. R is equal to V raised to 2 divided by P. R is equal to 120 into 120 divided by 40. R is equal to 1440 divided by 40. R is equal to 360 ഓം. ഇതേ പ്രതിരോധം വിളക്ക് രണ്ടിലും സംഭവിക്കുന്നു. അതിനാൽ പരമ്പരയിലെ രണ്ട് വിളക്കുകളുടെ മൊത്തം പ്രതിരോധം 720 ഓം ആയി മാറുന്നു. ഇത് കണക്കാക്കിയ ഓമുകൾക്ക് തുല്യമാണ്. സീരീസ് പാരലൽ കോമ്പിനേഷനുകൾ ഉപയോഗിച്ച് AC സർക്യൂട്ടുകളിലെ വോൾട്ടേജും കറണ്ടും എങ്ങനെ അളക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. L1, L2, L3 എന്നിങ്ങനെ 3 വിളക്കുകൾ എടുക്കുക. ഓരോ വിളക്കുകളുടെയും ശക്തിയും പ്രവർത്തന വോൾട്ടേജും 100 വാട്ട് 240 വോൾട്ട് ആയിരിക്കട്ടെ. L1, L2 വിളക്കുകൾ പരസ്പരം സമാന്തരമായി ബന്ധിപ്പിക്കുക. ലാമ്പ് L3 സീരീസ് സർക്യൂട്ടുകളിലേക്ക് ബന്ധിപ്പിക്കുക. 50 ഹെർട്സ് AC സപ്ലൈ സ്വിച്ച് S 0 മുതൽ 500 മില്ലി ആമ്പ് വരെയുള്ള ചലിക്കുന്ന ഇരുമ്പ് അമ്മീറ്റർ എന്നിവയെല്ലാം സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുക. സ്വിച്ച് തുറന്ന നിലയിലാണെന്ന് ഉറപ്പാക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. സ്വിച്ച് S അടച്ച് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. ടാബുലേഷനിലെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ഫോർമുലയിൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും മൂല്യങ്ങൾ മാറ്റി സ്ഥാപിച്ച് റെസിസ്റ്റൻസ് R കണക്കാക്കുക. R is equal to V by I. ഇപ്പോൾ നമുക്ക് ലഭിച്ച മൂല്യം ഇനി പറയുന്ന രീതിയിൽ സൈദ്ധാന്തികമായി പരിശോധിക്കാം. വിളക്ക് L1ന്റെ പ്രതിരോധം നമുക്ക് കണ്ടെത്താം. P is equal to V raised to 2 divided by R. അതിനാൽ R is equal to V raised to 2 divided by P. മൂല്യം 240 വോൾട്ടായും 100 P ആയും മാറ്റി സ്ഥാപിക്കുക. R is equal to 240 into 240 divided by 100. R is equal to 576 ഓംസ്. എല്ലാ വിളക്കുകൾക്കും ഒരേ വോൾട്ടേജും ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ഉള്ളതിനാൽ ലാമ്പുകൾ L2, L3 എന്നിവയുടെ പ്രതിരോധവും 576 ഓമാണ്. അതിനാൽ ചിത്രത്തിലെ പോലെ സർക്യൂട്ട് വരയ്ക്കാം. നമുക്ക് മൊത്തം പ്രതിരോധം കണ്ടെത്താം. R is equal to R1 into R2 divided by R1 plus R2. R is equal to 576 into 576 divided by 576 plus 576. R is equal to 288 ഓംസ്. ഇപ്പോൾ സർക്യൂട്ട് യഥാക്രമം 288, 576 ഓം സീരീസിൽ 2 റെസിസ്റ്ററുകളായി കാണപ്പെടുന്നു. 2 റെസിസ്റ്റൻസ് മൂല്യം അവ ശ്രേണിയിലായതിനാൽ ചേർക്കുക. അതിനാൽ മൊത്തം പ്രതിരോധം 864 ഓം ആണ്. R is equal to 864 ഓം. ഈ മൂല്യം അളന്ന മൂല്യവുമായി താരതമ്യം ചെയ്ത് അവ സമാനമാണെന്ന് ഉറപ്പാക്കുക. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.